മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട്. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ നഷ്ടമായത് 298 പേരുടെ ജീവനുകളാണ്. 2300-ലധികം ആളുകളെ ദുരന്തം നേരിട്ട് ബാധിച്ചു. ദുരന്തത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ചൂരൽമലക്കാരുടെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ജീവൻ തിരിച്ചു കിട്ടിയവർ പൊതുജീവിതം നയിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ദുരന്തം മലയിറങ്ങി വന്ന രാവ് വയനാടിന് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പുഞ്ചിരിമട്ടത്തു നിന്നും ഒലിച്ചിറങ്ങിയ ഉരുൾ ഒരു നാടിനെ മുഴുവൻ തുടച്ച് ഇല്ലാതാക്കി. ജൂലൈ 30-ന് പുലർച്ചെ 1:45-ന് ആദ്യ ഉരുൾ പൊട്ടി. തൊട്ടു പിന്നാലെ രണ്ടാമത്തെ ഉരുളും. ഈ ഉരുൾ പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കൈയെയും ചൂരൽമലയും ഇല്ലാതാക്കി. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകൾ പൂർണ്ണമായും ഇല്ലാതായി. ദുരന്തത്തിൽ 298 പേരുടെ ജീവനെടുത്തു. 32 പേരെ ഇനിയും കണ്ടെത്താനായുണ്ട്. 52 കുടുംബങ്ങളിലെ എല്ലാവരും ദുരന്തത്തിൽ ഇരകളായി. 17 കുടുംബത്തിൽ നിന്ന് മാത്രമായി 62 പേർ മരിച്ചു. 32 കുട്ടികൾ മരിക്കുകയും 17 കുട്ടികളെ കാണാതാവുകയും ചെയ്തു. ദുരന്തത്തിൽ മുണ്ടക്കൈ അങ്ങാടി ഇല്ലാതായി. ചൂരൽമല ടൗണിനെ പകുതി വിഴുങ്ങി. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവരുടെ ദുരന്ത ഭൂമിയായി ചൂരൽമലയും മുണ്ടക്കൈയും മാറി. പുന്നപ്പുഴയിലേക്ക് ഒഴുകിയ അരുവി സംഹാര താണ്ഡവമാടിയപ്പോൾ തകർന്നത് സർവ്വതുമാണ്. പുഞ്ചിരിമട്ടത്തു നിന്നും 40ഓളം കിലോമീറ്റർ അകലെയുള്ള നിലമ്പൂർ പുഴയിൽ നിന്നുമാണ് കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉൾപ്പെടെയുള്ളവരുടെ നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. 12 കിലോമീറ്റർ നീളത്തിൽ ഇരു കരകളെയും വിഴുങ്ങിയ ദുരന്തം ഈ ജനസഞ്ചയങ്ങളെയാണ് അനാഥമാക്കിയത്. 555 വീടുകൾക്കും 2300-ലധികം ആളുകൾക്കും നേരിട്ട് ദുരന്തം ബാധിച്ചു. ദുരന്തത്തിൽ 16 പേരെ രക്ഷപ്പെടുത്തിയ വിജയന് ദുരന്തത്തെക്കുറിച്ച് ഓർത്തെടുക്കുമ്പോൾ ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല. മാനസികമായിട്ട് മാനസികമായി പ്രിപ്പയർഡ് ആയിട്ടില്ല. കാരണം ഇതന്നെ കണ്ണ് ചിന്തിയാൽ ഈ രംഗം തന്നെ കണ്ടു. പിന്നെ അതിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തി. അപ്പം ഞാനും 2-3 ആൾക്കാരും കൂടി രക്ഷപ്പെടുത്തിയ കുറച്ച് ആൾക്കാരുണ്ട്. അവരെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് നമുക്ക് ഏറ്റവും മനസ്സിനൊരു സമാനം. അത്ര ആൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് തോന്നണം അവരെ എനിക്കൊക്കെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു പിന്നെ ഇതെനിക്കുണ്ട്. കാരണം അവരെ കാണുമ്പോൾ എൻ്റെ ആ ധൈര്യം കാരണമാണ് ഞാൻ അവരെ അന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് എൻ്റെ മരണവും കൂടി ഞാൻ വകവെക്കാതെ ഇറങ്ങിച്ചെന്നിട്ട് ഞാൻ അവരെ രക്ഷിച്ചു. ദുരന്തത്തെ അതിജീവിച്ചവർ 3 മാസത്തോളം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്നു. തുടർന്ന് സർക്കാർ ഇവർക്ക് വാടക വീടുകൾ എടുത്തു നൽകി. വിവിധ സ്ഥലങ്ങളിൽ ഇവർ ഇപ്പോൾ വാടക വീടുകളിൽ കഴിയുകയാണ്. വാടകയ്ക്ക് പുറമെ കുടുംബത്തിലെ ഒരാൾക്ക് 300 രൂപ വീതം ദിനബത്തിയും സർക്കാർ അനുവദിച്ചു. കൂടാതെ ദുരന്തബാധിതരുടെ ജീവിത വരുമാനം ഉയർത്താനായി കേന്ദ്ര സർക്കാരിന്റെ വിവിധ സ്വയം തൊഴിൽ പദ്ധതികളും സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. അവരെ സംബന്ധിച്ച് ഇപ്പോൾ സർക്കാർ ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മൈക്രോ പ്ലാനിൽ അവർ ആവശ്യപ്പെട്ട കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കുറേ സഹായങ്ങളൊക്കെ സർക്കാർ ചെയ്തിട്ടുണ്ട്. അതിലുപരി മറ്റു സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഓരോരുത്തർക്കും ആവശ്യമായ ഗൃഹോപകരണങ്ങളടക്കമുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും അതുപോലെ തന്നെ തൊഴിൽ പരിശീലനങ്ങളും ഒക്കെ കൊടുത്ത് ഇപ്പോൾ പലരും പല മേഖലയിലും ചെറിയ തോതിലെങ്കിലും വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അരുൺ വിൻസെന്റ്, ന്യൂസ് ബ്യൂറോ, വയനാട്.